ശബരിമല നടവരവിൽ 20 കോടി രൂപയുടെ കുറവ്. 28 ദിവസത്തിൽ 134 കോടി രൂപയാണ് ശബരിമലയിൽ നടവരവ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം ഇത് 154 കോടി രൂപയായിരുന്നു. ഭക്തരുടെ എണ്ണത്തിൽ 1.5 ലക്ഷത്തിന്റെ കുറവാണ് ഉണ്ടായത്. മണ്ഡലകാലം തുടങ്ങി 28 ദിവസങ്ങൾക്ക് ശേഷമാണ് ദേവസ്വം ബോർഡ് ആദ്യമായി നടവരവ് പുറത്തുവിടുന്നത്. 134 കോടി രൂപയാണ് ഇതുവരെയുള്ള വരുമാനം. കഴിഞ്ഞ വർഷത്തെക്കാളും 20 കോടി രൂപയുടെ കുറവ്. വരുമാനത്തിലുണ്ടായ കുറവിന് ദേവസ്വം ബോർഡ് നിരത്തുന്ന കാരണങ്ങൾ ഇങ്ങനെ. 2020-21 വർഷങ്ങളിൽ ഉണ്ടായ കോവിഡ് പ്രളയമൊക്കെ ഉണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് വരാതിരുന്ന ഭക്തർ കൂടുതലായി ശബരിമലയിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നു. മാത്രമല്ല, തമിഴ്നാട്ടിലും കർണാടകത്തിലും അങ്ങനെയുള്ള കേരളത്തിന് പുറത്തുള്ള വിശ്വാസികൾ അവരെ ഭഗവാൻ അയ്യപ്പനൊരു പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ ശേഖരിച്ചു വെച്ച ആ പാർട്ട്ണർക്ക് കൊടുക്കാൻ വേണ്ടി അവർ ശേഖരിച്ചു വെച്ച ഒരു സങ്കല്പമാണല്ലോ, അത് കഴിഞ്ഞ പ്രാവശ്യം വളരെ കൂടുതൽ ശബരിമലയിലേക്ക് നിക്ഷേപിക്കപ്പെട്ടു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാരണം, ഇവിടേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ഈ പ്രാവശ്യം കുറഞ്ഞു. 1.5 ലക്ഷത്തോളം കുറഞ്ഞു. അത് തമിഴ്നാട്ടിലെ ഉണ്ടായ ഫ്ലഡ്, തെലങ്കാനയിലെ ഒക്കെ ഉണ്ടായ ഇലക്ഷൻ, അതൊക്കെ കൊണ്ട് ആയിരിക്കാം. ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും നമ്മൾ വരുമാനം കുറയുന്നതായി കണക്കാക്കുന്നത്. തിരക്ക് കൂടുമ്പോൾ വരുമാനം നമുക്ക് കുറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരുന്ന, അല്ല ഇപ്പോൾ ഉള്ള ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരും അരവണ വാങ്ങിക്കും, അപ്പം വാങ്ങിക്കും. അപ്പോൾ അതുകൊണ്ട് തിരക്ക് കൂടി വളരെ സമാധാനത്തിൽ തൊഴുതു പോകുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. 17 ലക്ഷം തീർത്ഥാടകരാണ് ഇതുവരെ ശബരീശ സന്നിധിയിൽ ദർശനം നടത്തി മടങ്ങിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ 1.5 ലക്ഷം തീർത്ഥാടകരുടെ കുറവും ശബരിമലയിലുണ്ടായി. ഹിൽ ടോപ്പിൽ പാർക്കിങ്ങിന് വേണ്ടി ദേവസ്വം ബോർഡ് ഇന്ന് ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകി. അനുമതി ലഭിച്ചാൽ 2500 വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഹിൽ ടോപ്പിലേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കോടതി സ്ഥിരീകരിക്കാറുണ്ട്. ഒരു റിവ്യൂ ഞങ്ങൾ ഇന്ന് റിവ്യൂ പെറ്റീഷൻ ഇന്നിപ്പം ഫയൽ ചെയ്യാൻ വേണ്ടി ബോർഡ് തീരുമാനിച്ചു. ഇന്നത് വരുന്നുണ്ട്. അവിടെ ഏതാണ്ട് ഒരു 2500ഓളം ചെറിയ വാഹനങ്ങൾ 2500ഓളം പാർക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ 2500ഓളം ചെറിയ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയാൽ നിലയ്ക്കിൽ നിന്ന് അത് ഒഴിവാക്കാം. അപ്പോൾ ഈ പറയുന്നൊരു പ്രശ്നം വരും ദിവസങ്ങളിൽ തീർത്ഥാടക തിരക്ക് വർദ്ധിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ സീസണിലേക്കാളും വരുമാന വർധനയും ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നു. ജനം, സന്നിധാനം.